ലേണിംഗ് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം തരത്തിലെ സോഷ്യൽ സയൻസിലെ 1ാമത്തെ ഭാഗത്തിലെ 4ാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. 1ാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത്? ഉത്തരം 1757. 2ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ ഭൂനികുതി വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഉത്തരം ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ നടപ്പാക്കി. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പാക്കി. മഹൽവാരി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പാക്കി. 3ാമത്തെ ചോദ്യം, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പാക്കിയത് ആരായിരുന്നു? ഉത്തരം കോൺവാലിസ് പ്രഭു. 4ാമത്തെ ചോദ്യം, ബംഗാളിലെ നീലം കർഷക സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1859. 5ാമത്തെ ചോദ്യം, മലബാറിലെ മാപ്പിള കലാപത്തെ അടിച്ചമർത്താൻ രൂപീകരിച്ച പോലീസ് സേന ഏതാണ്? ഉത്തരം മലബാർ സ്പെഷ്യൽ പോലീസ്. 6ാമത്തെ ചോദ്യം, മലബാർ കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതായിരുന്നു? ഉത്തരം വില്യം ലോഗൻ കമ്മീഷൻ. 7ാമത്തെ ചോദ്യം, മലബാറിലെ കലാപകാലത്ത് കലാപകാരികളാൽ വധിക്കപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു? ഉത്തരം കനോലി പ്രഭു. 8ാമത്തെ ചോദ്യം, സാന്താൾ ഗോത്രവർഗക്കാർ താമസിച്ചിരുന്നത് എവിടെയാണ്? ഉത്തരം രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ. 9ാമത്തെ ചോദ്യം, രാജ്മഹൽ കുന്നുകൾ ഏതെല്ലാം സംസ്ഥാനങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ. 10ാമത്തെ ചോദ്യം, സാന്താൾ കലാപത്തിന്റെ നേതാക്കൾ ആരായിരുന്നു? ഉത്തരം സിദ്ധു കാനു. 11ാമത്തെ ചോദ്യം, സാന്താൾ കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1855. 12ാമത്തെ ചോദ്യം, കുറിച്യ കലാപം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1812. 13ാമത്തെ ചോദ്യം, വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയ ഗോത്ര ജനത ഏതായിരുന്നു? ഉത്തരം കുറിച്യരും കുറുമ്പരും. 14ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ വധിച്ച കുറിച്യ നേതാവ് ആരാണ്? ഉത്തരം രാമൻ നമ്പി. 15ാമത്തെ ചോദ്യം, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ. കുറിച്യ കലാപത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയത് ആരാണ്? ഉത്തരം TH ബേബർ. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടറായിരുന്നു അദ്ദേഹം. 16ാമത്തെ ചോദ്യം, കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജനത നടത്തിയത്? ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ചരിത്രകാരൻ ആരാണ്? ഉത്തരം K. സുരേഷ് സിംഗ്. 17ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇന്ത്യൻ തുണി വ്യവസായ തകർച്ചയെ സംബന്ധിച്ച ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം വില്യം ബെൻഡിക് പ്രഭു. 18ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച ആധുനിക വ്യവസായം ഏതായിരുന്നു? ഉത്തരം തോട്ടം വ്യവസായം. 19ാമത്തെ ചോദ്യം, 1ാം സ്വാതന്ത്ര്യ സമരം അഥവാ ശിപ്പായി ലഹള നടന്ന വർഷം ഏത്? ഉത്തരം 1857. 20ാമത്തെ ചോദ്യം, 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഉത്തരം മീററ്റ്. 21ാമത്തെ ചോദ്യം, 1857 കലാപത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. 22ാമത്തെ ചോദ്യം, 1857 കലാപത്തിന്റെ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഉത്തരം ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ നാനാ സാഹേബ് താന്തിയോ തോപ്പി, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏത്? ഉത്തരം 1885. ബോംബെയിൽ വെച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത്. 24ാമത്തെ ചോദ്യം, ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചതാരാണ്? ഉത്തരം ദാദാഭായ് നവറോജി.
25-ാമത്തെ ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച ഗ്രന്ഥം ഏത്? ഉത്തരം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 26-ാമത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായി ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചത് എന്നായിരുന്നു? ഉത്തരം 1905. കഴ്സൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ചത്. 27-ാമത്തെ ചോദ്യം, സ്വദേശി സമരകാലത്ത് ഇന്ത്യയിൽ സ്ഥാപിച്ച പ്രധാന വ്യവസായങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. 28-ാമത്തെ ചോദ്യം, തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906-ൽ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരായിരുന്നു? ഉത്തരം V.O. ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. 29-ാമത്തെ ചോദ്യം, ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ട ഇന്ത്യൻ ദേശീയ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഉത്തരം ലാല ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. 30-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. 31-ാമത്തെ ചോദ്യം, ബാലഗംഗാധര തിലകിനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ചരിത്രകാരൻ ആരായിരുന്നു? ഉത്തരം വാലന്റൈൻ ഷിറോൾ.